സർക്കാർ ഉത്തരവുകൾ പാലിക്കാതെ പൊന്നാനി നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാർക്ക് പിൻവാതിൽ നിയമനമെന്ന് ആരോപിച്ചും ഇത്തരത്തിൽ നിയമിച്ചവരുടെ കാലാവധി നീട്ടി നൽകാനുള്ള കൗൺസിൽ അജണ്ടയിൽ പ്രതിഷേധിച്ചും നഗരസഭാ കൗൺസിൽ യോഗത്തിൽ UDF കൗൺസിലർമാർ പ്രതിഷേധം ശക്തമാക്കി. നഗരസഭാ കൗൺസിൽ അജണ്ടയിൽ പ്രതിഷേധിച്ച UDF കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുന്നതിന് പകരം പാർട്ടിക്കാർക്ക് പിൻവാതിൽ നിയമനം നടത്തുന്നുവെന്ന് കൗൺസിൽ യോഗത്തിൽ UDF കൗൺസിലർമാർ വ്യക്തമാക്കി. ഈ നീക്കം അംഗീകരിക്കാനാവില്ലെന്നും നേരത്തെ നടന്ന നിയമനം ക്രമം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടും ഇതൊന്നും ഗൗനിക്കാതെ വീണ്ടും ഇവരുടെ കാലാവധി നീട്ടി നൽകുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. ഈ താൽക്കാലിക ജീവനക്കാരായ ആളുകൾക്ക് വീണ്ടും ദീർഘിപ്പിക്കുന്ന ഒരു അജണ്ട വന്നപ്പോൾ ഞങ്ങളതിനെ ശക്തിയുക്തം എതിർത്തിട്ടുണ്ട്. ഇവിടെ പൊന്നാനി നഗരസഭയിലെ നിരവധി താൽക്കാലിക ജീവനക്കാരുണ്ട്. അവർക്ക് ഒരു മാനദണ്ഡമില്ലാതെയാണ് നിയമനം നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തി അവർ ഇവിടെ ജോലി ചെയ്യുകയും ചെയ്യുക, അത് കൂടാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. ഈ നിയമനങ്ങളൊക്കെ എല്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ പൊന്നാനി മുനിസിപ്പാലിറ്റി നിരവധി ആളുകളെ കുത്തി നിറച്ച് ഇവിടെ ഓഫീസ് ഭരണസംഭരണം ഉണ്ടാക്കിയത്. താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചത് ചട്ടങ്ങൾ പാലിച്ചാണെന്ന് ചെയർപേഴ്സൺ CV സുധ പറഞ്ഞു. പൊന്നാനി നഗരസഭയ്ക്കകത്ത് ഒരു അനധികൃത നിയമനവും നടന്നിട്ടില്ല. ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരമാണ് നമ്മൾ താൽക്കാലിക ജീവനക്കാരെ എടുക്കുന്നതും അത് ഇത്ര ദിവസം എന്നുള്ള രീതിയിൽ ദിവസവേതന അടിസ്ഥാനത്തിലാണ് അവരെ നിയമിക്കുന്നത്. അത് എല്ലാ നഗരസഭകളിലും പഞ്ചായത്തുകളിലും ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് പൊന്നാനി നഗരസഭയും ചെയ്തു പോരുന്നത്. അല്ലാതെ നിയമപരമല്ലാത്ത ഒരു പ്രവർത്തനങ്ങളും ഈ നഗരസഭയിൽ ഇല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. UDF പ്രതിഷേധത്തിന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് TK അഷ്റഫ്, U മുനീബ്, ജയപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി.